സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു 5 കാർഡ് സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതായത് ജനുവരി മാസത്തിലെ ഹെൽത്ത്, വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, ഫിനാൻസ്. അപ്പോൾ ഇത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ഹെൽത്ത് എങ്ങനെയാണ് നോക്കാം. ഹെൽത്തിൽ 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് കപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയുടെ കാർഡാണ്. റിലേഷൻഷിപ്പിലെ എല്ലാ കുടുംബ ബന്ധം സന്തോഷപ്രദമാവുക, കുടുംബത്തിലെ റിലേഷൻഷിപ്പ് എല്ലാം ഒരു സംതൃപ്തി ഉണ്ടാവുക, സന്തോഷമുണ്ടാവുക, അങ്ങനെയുള്ള കാർഡാണ് 10 ഓഫ് കപ്സ്. അപ്പോൾ അവിടെ അത് ആരോഗ്യത്തിൽ വരുമ്പോൾ എന്താണ്, ആരോഗ്യം സംതൃപ്തി ഉള്ളതായിരിക്കും. അപ്പോൾ ആരോഗ്യം സംതൃപ്തിയുള്ള ഒരു ആരോഗ്യമായിരിക്കും. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും, അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും സംതൃപ്തിയുള്ളതായിരിക്കും. അടുത്ത കാർഡ് നമ്മൾ നോക്കുന്നത് വെൽത്താണ്. വെൽത്തിൽ വന്നിരിക്കുന്ന 7 ഓഫ് സോർട്സ് ആണ്. അതായത് സാമ്പത്തികമായിട്ട് ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് 7 ഓഫ് സോർട്സ് വന്നാൽ ഡിസെപ്ഷൻ്റെയും ബിട്രയലിൻ്റെയും കാർഡാണ്. അപ്പോൾ പുതിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം സാമ്പത്തിക ഇടപാടുകളിൽ ചതി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്, ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഈ 7 ഓഫ് സോർട്സ് എന്നുള്ള പടം. ചതി ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അടുത്ത കാർഡ് കരിയറാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കരിയറിന് മാച്ച് ചെയ്ത കാർഡ് തന്നെ വന്നിരിക്കുന്നത്. അതായത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവുന്ന കാർഡാണ്. അതായത് കരിയറിൽ തൻ്റെ ഡെഡിക്കേഷൻ കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും സക്സസ്സും ഒരു ഇൻഡിവിജ്വൽ സാറ്റിസ്ഫാക്ഷനും അതോടുകൂടി അബണ്ടൻസും ലക്ഷറിയൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ തന്നെ ഇത് തുടർന്ന് പോകണം എന്നാണ് ഈ കാർഡ് പറയേണ്ടത്. അതായത് തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും സക്സസ് നേടി അബണ്ടൻസും ലക്ഷറിയൊക്കെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ കരിയർ വൈസ് വളരെ നല്ല കാർഡാണ്. കരിയർ വൈസ് എന്താണ്, അബണ്ടൻസ് ഉണ്ടാവണം, അതിലൂടെ ലക്ഷറി ഉണ്ടാവണം, ഹാപ്പിനെസ് ഉണ്ടാവണം. അപ്പോൾ കരിയർ വൈസ് സക്സസ് ഉണ്ടാവുന്ന കാർഡാണ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് പിന്നെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവുന്ന കാർഡാണ്. സക്സസ് ഉണ്ടാവുന്ന കാർഡാണ്. അപ്പോൾ കരിയർ വൈസ് നല്ല കാർഡാണ്. അടുത്ത കാർഡ് റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിൽ എന്താണ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അതായത് പുതിയ ഊഷ്മളമായ തുടക്കങ്ങൾ. ഇതിപ്പോൾ ശരിക്കും ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാവുക, ആരോഗ്യത്തിൽ നല്ല പുതിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാവുക, അതുമൂലം റിലേഷൻഷിപ്പിൽ നല്ലൊരു പുതിയ സന്തോഷം, ഒരു സംതൃപ്തി, പുതിയ നേട്ടങ്ങൾ, പുതിയ രീതിയിലുള്ള ഒരു ബന്ധങ്ങളുടെ ഒരു പുതിയമായ ഊഷ്മളമായ ഒരു അന്തരീക്ഷം റിലേഷൻഷിപ്പിൽ പുതിയതായിട്ട് തുടങ്ങുന്നു എന്നുള്ളതും അവിടെയാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വരണം. പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ ആണെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങണു, അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ വരണു എന്നൊക്കെ ഒരർത്ഥം കൂടി ഇതിനുണ്ട്. അടുത്ത കാർഡ് നമ്മൾ ഫിനാൻസ് നോക്കിയപ്പോൾ 6 ഓഫ് വാൺസ് ആണ്. 6 ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിബന്ധങ്ങളെ നേരിട്ട് വിജയം കൈവരിച്ച ഒരാളാണ്. അതിലൂടെ തന്നെ മറ്റുള്ളവരുടെ അംഗീകാരം നേടുന്നു. അതുകൊണ്ട് ഫിനാൻസിലെ പ്രതിബന്ധങ്ങളെ നേരിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് സക്സസ് നേടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻസിലെ സക്സസ് നേടുന്ന ഒരു കാർഡാണ് ഫിനാൻസിൽ. അതായത് പ്രതിബന്ധങ്ങളെ ഹാർഡ് വർക്ക് ചെയ്ത് നേരിട്ട് വിജയം കൈവരിക്കുന്ന ഒരു കാർഡാണ് ഫിനാൻസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ജനുവരി മാസത്തെ ഹെൽത്ത്, വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ് ആൻഡ് ഫിനാൻസ്. അപ്പോൾ ഓവറോൾ ജനുവരി മാസത്തിലെ എല്ലാ സന്ദേശങ്ങളും തർക്കമില്ല എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.